ഇത് രോഗിയെ വിളിക്കണം എന്നല്ലല്ലോ പറയുന്നത്. അവിടെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ജനങ്ങളോട് അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ല നല്ല ധൈര്യത്തിലിരിക്കണം, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിനൊക്കെ എന്തിനാ? ഇത് മുൻകാലങ്ങളിൽ ചെയ്തതല്ലേ. അപ്പോൾ അത് സംസാരിക്കാം. ഇന്ന് പകല് മഴയൊക്കെ ഒന്ന് മാറി മാനം തെളിഞ്ഞ് ഉച്ചയിൽ വെയിലടിച്ചപ്പോഴാണ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വക ഒരു കുത്തിയിരിപ്പ് സമരം. ആവശ്യം നിപ്പ കണ്ടോൺമെന്റ് സോണിലുള്ള ജനങ്ങളെ ഫോണിൽ വിളിക്കാൻ ജനപ്രതിനിധികളെ അനുവദിക്കുന്നില്ല എന്നതാണ്. താൻ ഇവിടുത്തെ MLA ആണെന്നും പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ട് റിയാസ് പോയിരുന്നത് നിപ്പ കൺട്രോൾ റൂമിന് മുന്നിലായിരുന്നു. കളക്ടർ മറുപടി പറയണം എന്നതായിരുന്നു ആവശ്യം. ഉദ്ദേശം നല്ലത് തന്നെ. പക്ഷേ വീട്ടിൽ ED റെയ്ഡ് നടന്നതിന് ശേഷം മുങ്ങിയ അങ്ങേ പിന്നീട് ഇപ്പോഴാണ് അവിടുത്തെ ജനങ്ങളൊന്ന് കാണുന്നത്, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. തകർന്നു തരിപ്പണമാക്കിയ ആരോഗ്യ വകുപ്പിനെ കെട്ടിപ്പടുത്ത് വരുന്നതേയുള്ളൂ. ഒന്നില്ലെങ്കിലും ഒരു ചെറിയ കത്രിക മറന്നു വെച്ചു, അത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്ന മന്ത്രിസഭയിലിരുന്ന അങ്ങേക്ക് ഈ കുത്തിയിരിപ്പ് സമരവുമായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് അല്പമൊന്ന് ആലോചിക്കാമായിരുന്നു. എന്തായാലും ലേശം ഉളുപ്പ് വേണമായിരുന്നുവെന്ന് മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് കോഴിക്കോട് നോർത്ത് MLA K ജയന്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് കാര്യങ്ങൾ ഏകീകരിക്കുന്നതിൽ ഒരു വീഴ്ച പോലും പറ്റിയിട്ടില്ല എന്നതും റിയാസിൻ്റേത് വെറും ഷോ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കുകയാണ് MLA. ഒരേ ജില്ലയിലെ 2 MLA മാർക്ക് 2 അഭിപ്രായം വരുന്നത് എങ്ങനെയാണ്? ജനപ്രതിനിധികൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന റിയാസിന്റെ വാദം പൊളിയുന്നത് ഇവിടെയാണ്. എന്തായാലും ഇരുന്ന് നടുവേദനിച്ചെങ്കിൽ തലയിൽ മുണ്ടിട്ട് ഇറങ്ങി ഓടുന്നതാണ് ഇനി റിയാസിന് നല്ലത്. മുഹമ്മദ് റിയാസിന് ചുട്ട മറുപടി കൊടുക്കുന്ന MLAയുടെ വീഡിയോ ചേർക്കുന്നു, കാണാം. ഇതുപോലുള്ള ഷോ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ 2 പിണറായി സർക്കാരിലും ആരോഗ്യവകുപ്പിന് നേതൃത്വം കൊടുത്ത 2 മന്ത്രിമാരും ഇന്ന് വീട്ടിലിരിക്കുന്നത്. ഈ തള്ളലുകളിലല്ല ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ഈ സർക്കാർ പോയതും അതുകൊണ്ടാണ്. ഈ വലിയ രീതിയിൽ ഇതിൻ്റെ മുകളിൽ കോലാഹലം നടത്തുന്നവർ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിപ്പയെ പ്രതിരോധിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ്, വിദഗ്ധരായ ഡോക്ടർമാരാണ് എക്കാലത്തും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള പ്രതിരോധം തീർത്തിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുള്ളത് കൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്നത് എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിരന്തരമായി തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിപ്പ പ്രതിരോധം പാളിയെന്ന് തോന്നാം. പക്ഷേ വളരെ കൃത്യമായി ഇപ്പം നിപ്പ റിപ്പോർട്ട് ചെയ്ത അന്ന് ആരോഗ്യമന്ത്രി ഇവിടെ ഉണ്ട്. അതിൻ്റെ സംശയം അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് പ്രാഥമികമായ പരിശോധനയിൽ ഉണ്ട് എന്ന് ബോധ്യമായതാണ്. അത് കൂടുതൽ പരിശോധനയ്ക്കായി പൂന വൈറോളജി ലാബിലേക്ക് പാരലലായി അയക്കുന്നതോടൊപ്പം ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി മോണിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വലിയ തയ്യാറെടുപ്പുകൾ അതിൻ്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. ആകെ ഉള്ള വ്യത്യാസം മനുഷ്യർക്ക് ഇതുപോലുള്ള പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ തള്ളലുകളില്ല എന്ന് ചോദിച്ചാൽ പ്രതിരോധ പ്രവർത്തനം ഇന്നലകളിൽ എന്ന പോലെ വളരെ കൃത്യമായി എല്ലായിടത്തും എന്നും നടക്കുന്നുണ്ട്. ആകെയുള്ള വ്യത്യാസം ഇതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പേരിലുള്ള വ്യത്യാസം. ഇവരെ പ്രശ്നം ഇപ്പം നമ്മൾ കണ്ടു, കൺട്രോൾ റൂമിലേക്കൊക്കെ ഇടിച്ചു കയറാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ളത് കണ്ടു. ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും, 6 മണിക്ക് ബ്രീഫ് ചെയ്തിട്ടില്ല എങ്കിലും കേരളത്തിലെ നിപ്പയെയും അതുപോലുള്ള മാരകമായ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ പ്രതിരോധിക്കുവാനുള്ള കരുത്തുള്ള ഒരു ആരോഗ്യരംഗം നമുക്കുണ്ട്. അപ്പോൾ ഇവർ കേരളത്തിൻ്റെ പൊതുബോധത്തിന് മുമ്പിൽ സൃഷ്ടിച്ചു വെച്ച ഒരു നാരേറ്റീവ് ഉണ്ട്. ഞങ്ങൾ പരിചയം ഉപയോഗിച്ച് തടുക്കുന്നത് കൊണ്ടാണ് ഈ നാട് നിലനിൽക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇവരുടെ പരിചയം കൊണ്ടല്ല, മറിച്ച് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നോളേജ് കൊണ്ട്, അവരുടെ നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട്, അവർക്കതിനുള്ള കോമ്പിറ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെയും സാധ്യമാകുന്നത് എന്ന് ഈ നിപ്പ കാലഘട്ടം കഴിയുമ്പോൾ പുറത്തു വരും. അപ്പോൾ ഇതൊന്നും ഈ വൈകുന്നേരങ്ങളിലെ തള്ളും ഗസ്റ്റ് ഹൗസിലെ വലിയ ചർച്ചകളും ഇതൊന്നുമില്ല എങ്കിലും വളരെ കൃത്യമായി ആരോഗ്യവകുപ്പിലെ പ്രവർത്തകർ, ഡോക്ടർമാർ,
കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം, അതിനു മുകളിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം ഇതിനകത്ത് നിരന്തരമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അത് എക്സിബിറ്റ് ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസം ഒഴിച്ചാൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ദൗർഭാഗ്യകരമാണ്. ഇതുപോലുള്ള ഷോ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് പിണറായി സർക്കാരിലും ആരോഗ്യവകുപ്പിന് നേതൃത്വം കൊടുത്ത രണ്ട് മന്ത്രിമാരും ഇന്ന് വീട്ടിലിരിക്കുന്നത് ഈ തള്ളലുകളിലല്ല ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് ഈ സർക്കാർ പോയതും അതുകൊണ്ടാണ് ഈ വലിയ രീതിയിൽ ഇതിൻ്റെ മുകളിൽ കോലാഹലം നടത്തുന്നവർ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ നിപ്പ കാലവും കോഴിക്കോടും കേരളവും വളരെ നല്ല രീതിയിൽ അതിജീവിക്കും. ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള 3 ആൾ ഇപ്പം നെഗറ്റീവാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയ ഒരാളാണ്. എൻ്റെ മണ്ഡലത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉള്ളത്. ഞാൻ രാത്രി ഈ നിപ്പ റിപ്പോർട്ട് ചെയ്ത അന്ന് രാത്രി 1:30 മണി വരെ പ്രിൻസിപ്പാളും അവിടെയുള്ള സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സുമായിട്ടൊക്കെ നിരന്തരമായ കോണ്ടാക്റ്റ് നമുക്കുണ്ട്. അത് ഇങ്ങനെ ഒരു മൈക്കിന് മുമ്പിൽ വന്ന് പറയുന്നതാണ് പ്രതിരോധ പ്രവർത്തനമൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. ആരോഗ്യമന്ത്രി ഒട്ടും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പ്രവൃത്തി പദത്തിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതിൽ ഡോക്ടേഴ്സിനെ വിദഗ്ധരെ മുന്നിൽ നിർത്തി ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ അതിൻ്റെ മുകളിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ഗിമ്മുകൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് നയത്തിലുള്ള വ്യത്യാസം. ആ നയം ജനം സ്വീകരിക്കാത്തത് കൊണ്ടും അത് ഷോ ആയിരുന്നു എന്നുള്ള ജനത്തിൻ്റെ തിരിച്ചറിവാണ് ആ 2 ആരോഗ്യമന്ത്രിമാരും വീട്ടിലിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഇതൊന്നും ഇവർ ഈ പറഞ്ഞ കഥകളിലൊന്നും ഒരു ന്യായമില്ലാന്ന് ജനത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ്. നിപ്പയുടെ ചരിത്രം കോഴിക്കോടാണല്ലോ ആദ്യം വന്നത്. നമ്മളത് നിപ്പ ആദ്യമായി വന്ന സമയത്ത് നമ്മൾ അന്ന് മുതൽ ഇന്നോളമുള്ള നിപ്പ കാലങ്ങൾ പരിശോധിക്കുക. ആദ്യമായി വരുമ്പോൾ അതൊരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. നമുക്ക് ആർക്കും എന്ത് ചെയ്യണമെന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. മറ്റ് രാജ്യങ്ങളിൽ ബംഗ്ലാദേശ് പോലുള്ള ഇടങ്ങളിലൊക്കെ നിരന്തരമായി ഉണ്ടാകുന്നുവെന്ന് കേൾക്കുമ്പോഴും നമുക്കത് അറിയില്ലായിരുന്നു. അതൊരു കോവിഡ് പോലെ വല്ലാത്ത രീതിയിൽ പകരുന്ന രോഗമല്ല എന്നുള്ളത് പിന്നീട് നമ്മൾ അറിഞ്ഞു. അതിൻ്റെ ഒരു സീക്വൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കത് വളരെ കൃത്യമായ ഒരു പ്രോട്ടോക്കോൾ. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആരോഗ്യമന്ത്രിയുടെ ഒരു മുൻ ആരോഗ്യമന്ത്രിയുടെ ശൈലജ ടീച്ചറുടെ ഒരു പ്രസ്താവനയുണ്ട്. ഞാനൊരു പ്രോട്ടോക്കോൾ സൃഷ്ടിച്ചിരുന്നു ഞങ്ങളുടെ കാലത്ത്, ഞാൻ എന്നുള്ള എംഫസൈസ് ചെയ്തിട്ടുള്ളൊരു സാധനം. ഇതൊക്കെ ചെയ്ത അതേ ആരോഗ്യ പ്രവർത്തകരാണ് ഇന്നും ഇവിടെ പ്രതിരോധിക്കുന്നത്. അന്ന് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിൻസിപ്പാളാണ് ഡോക്ടർ സജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ. അവർക്കിതറിയാം, അവരാണിത് ചെയ്യുന്നത്, അവരവരെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോ ഏർപ്പാട് നിർത്തുക എന്നുള്ളതാണ് എനിക്ക് ഇതിനൊക്കെ തയ്യാറായി മുന്നോട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത്. ഇതൊന്നും അല്ല ശരിയായ ഒരു പ്രതിരോധ പ്രവർത്തനം. അത് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം. അവർ ഹാപ്പിയാണ്. കലക്ടർ ഏകോപിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഏത് കാര്യത്തിനും അവർക്ക് നിരന്തരമായ ബന്ധം. തിരുവനന്തപുരത്തുള്ള ആരോഗ്യവകുപ്പിൻ്റെ ആളുകളുണ്ട്, മന്ത്രിയുണ്ട്. ഓരോ ഇൻ്റർവെല്ലും ആരോഗ്യമന്ത്രി ഇവരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം, ഇവരൊരു പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിപ്പ വന്നു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യമന്ത്രി വരും, അത് വന്ന് പരിചയമായി തടുത്ത് നിർത്തുന്നതാണ് നിപ്പ എന്നൊക്കെയുള്ള ഒരു പൊതുബോധം അവർ സൃഷ്ടിച്ചിട്ടുണ്ട്.